ഇന്ന് ഒരുപാട് ചിരിച്ച ഒരു ദിവസമാണേ. അതിൽ ഒന്നാമത്തെ കാരണം ഇന്ന് അംഗൻവാടിയിലെ ഓണാഘോഷമായിരുന്നു. ഈ കയറ്റുന്നത് ചോറും സാമ്പാറും പായസമൊക്കെയാണ് കേട്ടോ. കാണുന്നത് മക്കളുടെ കസേര കളിയാണ് കേട്ടോ. ഇതിൽ ഔട്ടാവുന്ന മക്കളൊക്കെ നല്ല കരച്ചിലായിരുന്നു. അത് കണ്ടിട്ട് നാട്ടുകാർ മുഴുവൻ നല്ല ചിരിയായിരുന്നു. അങ്ങനെ കുറേ ഓണക്കളികളൊക്കെ കളിച്ച് അവസാനം ഞങ്ങൾ സദ്യ കഴിച്ചു കേട്ടോ. സദ്യയുടെ ഓരോ വിഭവങ്ങളും ഓരോ രക്ഷിതാക്കൾ ഉണ്ടാക്കിയതാണ്. നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ. ഇദ്ദേഹമാണ് കേട്ടോ ഞങ്ങളുടെ മാസ്റ്റർ ഷെഫ്. കുഞ്ഞുങ്ങളുടെ ഓണാഘോഷം അങ്ങനെ നാട്ടുകാരെ എല്ലാവരും കൂടി നല്ല കളറാക്കി തന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വീട്ടിൽ വന്നു. ഞങ്ങൾക്ക് ഇന്നൊരു സിനിമയ്ക്ക് പോകാനുണ്ട്. ഇന്നലെ ബുക്ക് ചെയ്തതാ. ഓണസദ്യയൊക്കെ ഒരുക്കിയതുകൊണ്ട് ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്, ഒരുപാട് പണിയുണ്ട്. അമ്മയ്ക്ക് ഇന്ന് വയ്യാന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വന്നില്ല. അമ്മ പറഞ്ഞിട്ടാട്ടോ ശരിക്കും ഇന്നലെ സിനിമ ബുക്ക് ചെയ്തത്. ഞാൻ ബുക്ക് ചെയ്തത് ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറഞ്ഞ സിനിമയാണേ. ഞാൻ ഒരുപാട് ചിരിച്ചു. ഓഡിയൻസ് ഒക്കെ ചിരിയായിരുന്നു. ഇത്ര കോമഡി ഉള്ള ഒരു സിനിമ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടും ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് കാണാൻ പറ്റിയ സിനിമയാണ് കേട്ടോ. ഒരു കുഴപ്പമില്ല. ഇന്റർവെൽ സമയത്ത് ഞങ്ങൾ പുറത്തുപോയി പോപ്കോണും ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു. സങ്കടമൊക്കെ വരുത്തി. ലാസ്റ്റ് ഇച്ചിരി കണ്ണൊക്കെ നിറഞ്ഞു പോയി. അടിപൊളി സിനിമ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സിനിമയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് സുബിനേട്ടനെയാണ് കേട്ടോ. പുള്ളി ജോലി കഴിഞ്ഞ് വരുന്ന വഴിയാണ്. അപ്പോൾ പുള്ളീനെയും കൂട്ടി ഞങ്ങൾ ഒരുമിച്ചാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത്. സിനിമയ്ക്ക് ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ ജങ്ക് ഫുഡ്സ് ഒന്നും കഴിച്ചില്ല കേട്ടോ. ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും പിന്നെ പുറത്തുനിന്ന് കഴിക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം വീട്ടിൽ നല്ല സാമ്പാറും ചോറൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ വീട്ടിൽ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ ഇന്ന് വേറെ കണ്ടന്റ് ഒന്നും ഇല്ല. കാരണം ഓണാഘോഷമൊക്കെ ആയിട്ട് തിരക്കിലാണ് ശോഭേച്ചി. അപ്പോൾ നമുക്ക് കണ്ടന്റ് എടുക്കാനൊന്നും സമയം കിട്ടുന്നില്ല.